ദ മിഷൻ ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. കർത്താവിൻ്റെ മഹത്വത്തിൽ, അതായത് എൻ്റെ തേജസ്സോടുകൂടി തന്നെ നമ്മളെ അവൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചത് അവൻ്റെ കൂടെ എന്നേക്കും വാഴുവാനാണ്. ദൈവം നമ്മൾ മരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പാപം ചെയ്തപ്പോൾ പാപത്തിൽ ജീവിച്ചാൽ എന്നേക്കും ജീവിച്ചാൽ അത് നാശം. അതുകൊണ്ട് ദൈവം ആയുസ്സിനെ കുറച്ച് 120 വർഷമാക്കി നോഹയുടെ കാലത്ത്. പിന്നെ അത് 70-80 വർഷം എന്ന് ദാവീദിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. കൂടി വന്നാൽ 100, 110 അത്രയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഇപ്പം. അപ്പോൾ ഈ ഒരു കാലയളവ് 80 കഴിഞ്ഞാൽ പ്രയാസമാണെന്നും പറയുന്നു. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? തൻ്റെ സൃഷ്ടിയാകുന്ന നമ്മൾ അവൻ്റെ മഹത്വം കാണിക്കുന്നുണ്ടോ? ദ മിഷൻ ഈസ് ഐ ഹാവ് കം ടു ഗിവ് യു ബാക്ക് യുവർ ഹാർട്ട് ആൻഡ് സെറ്റ് യു ഫ്രീ. ദ സെയിൻറ്റ് ഇറേനിയസ് പറഞ്ഞിട്ട്, ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് മാൻ ഫുള്ളി അലൈവ്. അവർ ഡെസ്റ്റിനി ഈസ് ടു കം ഫുള്ളി അലൈവ് ടു ലിവ് വിത്ത് എവർ ഇൻക്രീസിങ് ഗ്ലോറി. ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന് തിരിച്ചു തരാനാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയം നമ്മൾ വിറ്റ് കളഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ പിശാചിന് ആധിപത്യമുണ്ട്. അതായത് നമ്മൾ പറയത്തില്ല, നമ്മൾ ഒരു പെൺകൊച്ചും ഒരു പുരുഷനും കൂടെ സ്നേഹിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ പറയും, നീ എന്തിനാ അവൻ്റെ പുറകെ പോയെന്ന് ചോദിക്കുക. കാരണം നമ്മളെ അവർക്ക് വേണ്ടി നമ്മൾ വിറ്റ് കളയും. നമുക്ക് വിലയില്ല, നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അതാണ് സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവം. നമ്മൾ പാപം ചെയ്തപ്പോൾ നമ്മുടെ നല്ല ഹൃദയത്തിനെ പിശാചിന് വിറ്റ് കളഞ്ഞു. പിന്നെ അവൻ പറയുന്നത് നമ്മൾ കേട്ട് നുണ ആഫ്റ്റർ നുണ, പുറകെ പെടും നുണ. പിശാചിനെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 8:44 പറയുന്നത്, പിശാച് നുണയൻ്റെ പിതാവ്, അവൻ നുണയൻ തന്നെ. അവൻ വരുന്നത് നിങ്ങളെ കൊല്ലുവാനും മുടിപ്പാനും നശിപ്പാനും അത്രേ. ഞാൻ വരുന്നത് നിങ്ങൾക്ക് ജീവൻ തരാൻ, സമൃദ്ധമായ ജീവൻ തരാൻ. അങ്ങനെയാണ് ദൈവം വചനത്തിൽ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, ഞാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ തിരിച്ചു തന്നിട്ട്. അപ്പോൾ എങ്ങനെയുള്ള ഹൃദയമാണ്? ദ ഡെസ്റ്റിനി ഓഫ് അവേഴ്സ് ഈസ് ടു ബി ഫുള്ളി അലൈവ്. ഒരു മനുഷ്യൻ ഫുള്ളി അലൈവായിട്ട് ജീവിക്കുക, അതായത് പൂർണ്ണമായിട്ടും ജീവിക്കുക എന്ന് പറയുമ്പോഴേ അവൻ്റെ മുഖത്ത് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അവൻ ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരു പ്രയോജനമുണ്ട്, അത് പൂർത്തിയാക്കാൻ സാധിക്കും, അവിടെ നിരാശയില്ല. അതൊക്കെയാണ് പൂർണ്ണമായൊരു മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് മടിയില്ല, അവനിൽ ഒന്നിലും കുറവില്ല. ഇതൊക്കെയാണ് പൂർണ്ണ മനുഷ്യൻ. എത്ര പേരങ്ങനെയുണ്ട്? എന്നും നമ്മൾ അവതായും പ്രയാസവും ദുഃഖവും ദീനവും മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു ജനതയല്ലേ. ഒന്നീ നമ്മുടെ ആയിരിക്കും, അല്ലെ നമ്മുടെ ഭർത്താവിൻ്റെ, അല്ലെ മക്കളുടെ ആയിരിക്കും, അല്ലെ ആരുടെയെങ്കിലും ഭാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ദൈവം പറയുകയാണ്, അതല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ മഹത്വം നിങ്ങളിൽ കൂടെ കാണിക്കാനാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു മർമ്മം മനസ്സിലാക്കിയാൽ, അതായത് എൻ്റെ ഈ വൺ മാസ്റ്ററാണ് ക്യാരക്ടർ. ഇത് പട്ടികൾക്ക് സ്വഭാവമുണ്ട്, അവർക്ക് ഒരു മാസ്റ്ററേ ഉള്ളൂ. ചില പട്ടികൾക്ക് അവർക്ക് വേറെ ആര് ഭക്ഷണം കൊടുത്താലും അവർ കഴിക്കത്തില്ല. അവർ ആ മാസ്റ്ററിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ. അത് വൺ മാസ്റ്റർ ഡോഗ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും അവനു വേണ്ടി ജീവിക്കാനും അവൻ ചെയ്യേണ്ട പ്രവൃത്തി പൂർത്തീകരിക്കാനുമാണ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ ആ പദവിയിലോട്ട് കയറുന്നില്ല. ദൈവം തൻ്റെ മഹാകരുണയിൽ നമ്മളെ കരുതിക്കൊണ്ട് നടക്കുന്ന അത് വേറെ കാര്യം. പക്ഷെ വി ആർ നെവർ ഫുള്ളി അലൈവ്. പൂർണ്ണമായിട്ടും ജീവിക്കാൻ പഠിക്കുക. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഇൻ അവർ ഫ്ലഷ് യു ഹാവ് നോ ഗുഡ്. എൻ്റെ ജഡത്തിൽ ഒരു നന്മയും ഇല്ല. പക്ഷേ ജഡമല്ല ഇവിടെ ഞാൻ സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:24, ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. എന്താണ്? ക്രിസ്തുവേശുവിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിൻ്റെ ജഡത്തിൻ്റെ അല്ലെങ്കിൽ ജഡീക സ്വഭാവത്തെ ക്രിസ്തുവിനെ കൂടെ തന്നെ നീ ക്രൂശിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം പിന്നെ ജീവിക്കുന്നത് ആത്മാവാണ്. പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:2 പറയുന്നത്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു.
അപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ജീവനാണ്. അവിടെ മരണമില്ല. അത് ഏതിൽ നിന്നൊക്കെയാണ്? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തെ, അതായത് പഴയ നിയമത്തിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അപ്പോഴേ ആ റോമർക്ക് എഴുതിയ ലേഖനം 8:1 പറയുന്നത്, അതിനാൽ നിങ്ങൾക്ക് 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എങ്ങനെയാണ്? ക്രിസ്തുവിലാണ് നീ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ മേൽ കുറ്റം ചുമത്താൻ ആർക്കും അവകാശമില്ല. പക്ഷെ ആർ യു ലിവിങ് ഇൻ ക്രൈസ്റ്റ്? നമ്മൾ ക്രിസ്തുവിൽ ഒളിഞ്ഞ് ജീവിക്കുകയാണോ? അതോ ഞാനാകുന്ന വ്യക്തി പുറത്ത് കാണിച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ വെറുതെ യേശുവിൻ്റെ പേര് ഉപയോഗിക്കുകയാണോ? സോ വി ഹാവ് ടു ബി, ദിസ് ഈസ് കോൾഡ് ദി സ്കിമറ്റിസോ അനോയിൻറ്റിങ്. കർത്താവിനെ അങ്ങ് ധരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ വസ്ത്രത്തെ, അതായത് ദൈവത്തെ തന്നെ ധരിച്ചു കഴിയുമ്പം നമ്മളിലുള്ള ജഡം പുറത്ത് വരുത്തില്ല. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ക്രിസ്ത്യാനിയാകുന്ന എൻ്റെ ഉള്ളിൽ വല്ല നന്മയും ഉണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും. സത്യം പറഞ്ഞാൽ ജഡത്തിൽ നന്മയില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവം ഇപ്പോൾ ഒരു പുതിയ ഹൃദയം വെച്ച് തന്നിരിക്കുന്നതിനാൽ മൈ ഹാർട്ട് ഈസ് ഗുഡ്. ഇവിടെയാണ് ആ ട്രാൻസിഷൻ വരേണ്ടത്. ഇതുവരെ എനിക്ക് സ്വയമേ ഒരു നന്മയില്ല, പക്ഷേ ഇപ്പം ഞാൻ എക്സ്ചേഞ്ച് മൈ ഓൾഡ് ഹാർട്ട്, എൻ്റെ പഴയ ഹൃദയം ക്രിസ്തുവിന് വിട്ടുകൊടുത്തിരിക്കുന്നതിനാൽ, അവൻ്റെ ഹൃദയം എന്നിൽ വന്നതിനാൽ മൈ ഹാർട്ട് ഈസ് ഗുഡ്. ഇപ്പം നമ്മൾ കാണേണ്ടത് നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ, അല്ലെ ക്രിസ്തുവിൻ്റെ ഹൃദയമായിട്ട് മാറി. അതെന്തൊരു വിശുദ്ധമല്ലേ! ക്രിസ്തുവിൻ്റെ ഹൃദയം എന്നിലുണ്ട് എങ്കിൽ എൻ്റെ സിൻഫുൾ നേച്ചറ്, നമ്മുടെ ജഡം അല്ലെങ്കിൽ എൻ്റെ സിൻഫുൾ നേച്ചറ് ദൈവം വെച്ച് തന്ന ഹൃദയത്തോട് യുദ്ധം ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ പറയും, അയ്യോ സ്നാനമേൽക്കുന്നിടം വരെ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ സ്നാനമേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിൽ എനിക്ക് ജീവിക്കാൻ ഒക്കുന്നില്ലെന്ന്. കാരണം എന്നിൽ ഇതുവരെ ആരും എന്നെ കുറ്റം പറഞ്ഞിരുന്നില്ല, പക്ഷെ എന്നിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പാപകരമായ എന്നിലുള്ള ജഡീക സ്വഭാവത്തിനെ ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവും ജഡവും കൂടെ ഒരു യുദ്ധമാണ്. അതുകൊണ്ടാണ് പലരും ബാപ്റ്റിസം എടുക്കുന്നതിന് മുമ്പ് പറയും, ശരിയായിട്ട് മാനസാന്തരപ്പെട്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെങ്കിൽ മാത്രം ബാപ്റ്റിസം എടുക്കാവൂ, അല്ലെ വെറുതെ ചുമ്മാ എടുത്തിട്ട് കാര്യമില്ല. ക്രിസ്തുവിന് വേണ്ടി ഉറച്ച വിശ്വാസം അങ്ങനെ ദൈവം ചെയ്യിപ്പിക്കുമ്പോൾ പിന്നെ എന്തൊക്കെ വന്നാലും നമ്മൾ മാറുകയില്ല. പിന്നെ നമ്മൾ പറയും, പൗലോസ് പറയുന്ന പോലെ ഈ ലോകത്തിലുള്ള കഷ്ടങ്ങളൊന്നും സാരമില്ലെന്നേ. നമ്മൾ ഈ ലോകത്തിലുള്ള ഭാരങ്ങൾ അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ കിരീടത്തെ വെക്കുവാൻ വേണ്ടി എനിക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് ഇതെല്ലാം ഒരു നന്മ ലഭിക്കുവാനുള്ള ഒരു വഴിയായിട്ട് നമ്മൾ കാണിക്കും. അപ്പം നമ്മളിലൊക്കെ ഫോൾസ് ഹ്യൂമിലിറ്റി ഉണ്ട്. ഫോൾസ് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ പൊന്നുമകളെ എന്ന് വിളിക്കുക. അപ്പം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കും, ആരെയായി വിളിച്ചത്. ഇത് കണ്ടിട്ടുണ്ട്. ഈ വലിയ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പം തോമസ് അല്ലെങ്കിൽ ജോണി എന്നൊക്കെ വിളിച്ച് വരുമ്പോൾ ആളുകൾ തോമസ് ആയിരിക്കും കേൾക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെക്കുറിച്ച് നല്ല ചിന്ത. തോമസ് പുറകോട്ട് നോക്കും, വേറെ വല്ല തോമസും ഉണ്ടോ, വേറെ വല്ല ജോണി ഉണ്ടോ എന്ന്. കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് നന്മയായിട്ട് ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവം എന്നോട് പറയാം, വിമല നീ നല്ലതാണ്. ഉടനെ ഞാൻ ചിന്തിക്കും, നേരാണോ എന്നുള്ളത്. കാരണം നമുക്ക് ആ നന്മയുള്ള ഹൃദയത്തിൽ ചിന്തിക്കാൻ മറന്നുപോയി. പക്ഷെ ദൈവം പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടതാണ്, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ രക്തം ചൊരിഞ്ഞ് ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിച്ചപ്പോൾ ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തന്ന്. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിൽ ഇങ്ങനെയാണ്, പോളൻ അപ്പോസ്തലൻ, അങ്ങനെയാണ് പറയുന്നത്, പോളൻ അപ്പോസ്തലൻ, അപ്പോസ്തലനായ പൗലോസ്. എങ്ങനെ പറയാനൊത്തു? കാരണം അവിടെ ഹ്യൂമിലിറ്റി അല്ല, അവിടെ ദൈവം, അതാണ് ട്രൂ ഹ്യൂമിലിറ്റി. ഇന്നവേ അതാണ് ദൈവം കൊടുത്ത പേരിനെ സ്വീകരിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തനം തുടങ്ങി. നമ്മളെ ഇപ്പോൾ അപ്പോസ്തലനെ വിളിച്ചാൽ നമ്മൾ പറയും, അയ്യോ അത് ഞാനല്ലെന്ന് പറഞ്ഞ് നമ്മൾ ഒളിഞ്ഞു മാറും. എന്താ? ദൈവം ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ മടിയായതുകൊണ്ട്. ദൈവം ഏത് ജോലിയാണ്, ചില ഭവനങ്ങളിൽ നീ ആ വീട്ടിലെ ഭർത്താവിന് ഭാര്യയായിട്ടായിരിക്കും, ചില ഭവനങ്ങളിൽ നമ്മൾ ആ വീട്ടിലെ അമ്മയായിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മളൊരു അധ്യാപികയായിട്ടായിരിക്കും. ഏത് ജോലിയിലാണ് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവമാണ് ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ പ്രതിച്ഛായയായിട്ട് നമ്മളെ വിടുന്നത് എങ്കിൽ അത് ഞാൻ ദൈവത്തെ റെപ്രസെൻറ്റ് ചെയ്താൽ ഇവിടെ നിൽക്കുന്നതെന്ന് പറയാനുള്ള ധൈര്യം വരണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉറച്ചിരിക്കണം. ആ ആത്മാവിൻ്റെ തീഷ്ണമാണ് ദൈവം നോക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6:16 പറയുന്നത്, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ മെൻ. അതായത് നിങ്ങൾ കർത്താവ് പറയുന്നത്, മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് അവർ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി, അല്ല നമ്മളെ സ്തുതിക്കാനല്ല. ഈ ദൈവം ഇത്ര വലിയവനാണ്, ഇവരിത് രുചിച്ചറിഞ്ഞെങ്കിൽ എനിക്കും അറിയണം. അപ്പോൾ യുവർ സ്റ്റോറി ഡസ് നോട്ട് ബിഗിൻ വിത്ത് സിൻ. പാപത്തിലല്ല നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ ഗ്ലോറി ബിസ്റ്റോഡ് ആണ്. എൻ്റെ ജീവിതം തുടങ്ങുന്നത് ദൈവത്തെ നമ്മൾ ധരിക്കുമ്പോഴാണ്. അതാണ്. ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് ഇൻ ജനസിസ് 3 ബട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ ജനസിസ് 1. വളരെ പ്രധാനമാണ്. 3 അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്തു. 3 അധ്യായത്തിൽ ഉൽപ്പത്തി 3 അധ്യായത്തിൽ പാപം ചെയ്തപ്പോഴല്ല മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയത്. ഉൽപ്പത്തി 1 അധ്യായത്തിൽ ജീവിക്കാൻ തുടങ്ങി. അതെന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് നമ്മൾ. അപ്പം നോക്കിയേ, ഞാനിപ്പോൾ ഉൽപ്പത്തി 1 നിൽക്കുന്നതെങ്കിൽ ഞാൻ ആദത്തിൻ്റെ ഹവ്വയുടെയും ആദ്യ പദവിയിലോട്ട് കയറി. അപ്പോൾ എനിക്ക് പാപമില്ല, ശാപമില്ല, രോഗമില്ല, ഒരു കുഴപ്പമില്ല, ഞാനും ദൈവം എന്നും ജീവിക്കും. അതാണ് നിത്യത. ആ നിത്യതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ദൈവം വന്നിരിക്കുന്നത്. അത് ക്രിസ്തുവിൽ കൂടെയാണ്. ഒരുവൻ ക്രിസ്തുവിലാകാതെ ഇതൊന്നും സാധിക്കത്തില്ല. യേശു ക്രിസ്തു തന്നെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല. ജനസിസിൽ തിങ്ക് ഓഫ് ഇറ്റ്, യുവർ ഒറിജിനൽ ഗ്ലോറി വാസ് ഗ്രേറ്റർ ദാൻ എനിത്തിങ് ദാറ്റ് എവർ ടേക്കൺ യുവർ ബ്രത്ത് എവേ ഇൻ നേച്ചർ. അതായത് നമ്മൾ ഉൽപ്പത്തി 1 എൻ്റെ മുഖത്തെ തേജസ് നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിലും അധികമുള്ളതായിരിക്കും. കാരണം അന്ന് പാപമില്ല, ശാപമില്ല, രോഗമില്ല, പ്രായമാകത്തില്ല. ആ ദൈവ തേജസ്സാണ് നമ്മുടെ മേൽ നിൽക്കുന്നത്. ആ തേജസ്സാണ് എന്നും നിലനിൽക്കുക. അതാണ് റിയൽ നമ്മൾ. അതിലേക്ക് കടന്നു വരാൻ നമ്മളെ വിളിക്കുന്നു. കർത്താവ് പറയാണ്, നിനക്ക് ഞാനൊരു പുതിയ ഹൃദയം, എ ന്യൂ ഹാർട്ട് വിച്ച് ഈസ് ഗുഡ്, എ ഗുഡ് ഹാർട്ട്. പഴയ നിയമത്തിലെ പഴയ ഹൃദയം അല്ല, അത് മാറ്റി പുതിയ ഹൃദയം നട്ടു തന്നിരിക്കുന്നു. അതുപോലെ ക്രിസ്തുവിനെ പോലെ ജീവിപ്പാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുക. അങ്ങനെ നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ സന്നിധിയിൽ പുതു സൃഷ്ടിയാകുമ്പോൾ പുതിയൊരു ഹൃദയം വെച്ച് തന്നപ്പോൾ ഉൽപ്പത്തി 1 അധ്യായത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോയി ആദത്തിൻ്റെ ഹവ്വയുടെയും ഏദൻ തോട്ടത്തിൽ പാപം ചെയ്യുന്നതിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തതിനെ സ്തോത്രം ചെയ്യുന്നു. ആ മഹത്വം, ആ തേജസ്, ആ സൗന്ദര്യം, ആ മഹിമ എല്ലാം ഞങ്ങളുടെ മേലിപ്പോൾ വീണിരിക്കുന്നു. ഒരിക്കലും മരിക്കാത്ത ഒരവസ്ഥ, പാപമില്ലാത്ത അവസ്ഥ, രോഗമില്ലാത്ത അവസ്ഥ, എന്നേക്കും നിന്നോടുകൂടെ സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ മാറ്റിയിരിക്കുന്നു. അതിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കാലം വരെ ഞങ്ങളിവിടെ ജീവിക്കുന്നുള്ളെങ്കിലും ഞങ്ങളുടെ ആത്മാവ് നിന്നോട് ചേർന്ന് നിത്യജീവൻ്റെ ഉടമസ്ഥരായതിനാൽ ഇന്നു മുതൽ നിത്യജീവൻ്റെ ഉടമസ്ഥരായിട്ട് ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആത്മാവ് അവിടെ ഇവിടെ ഊടാടി നടക്കാതെ സ്ഥിരമായിട്ട്, ഇന്ന് നമ്മൾ മരിച്ചാൽ ഞങ്ങളുടെ ആത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കുന്നു. അത് ജീവിച്ചിരിക്കുമ്പോൾ പ്രാപിക്കേണ്ടതാണ്. അത് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കി ജീവിപ്പാനും നമ്മുടെ അടുത്ത തലമുറക്ക് ആ സത്യം പറഞ്ഞു കൊടുക്കുവാനും മറ്റുള്ളവർക്ക് ആ സത്യത്തിലേക്ക് കൊണ്ടുവരുവാനും നിൻ്റെ വെളിച്ചത്തിലേക്ക്, കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരുവാൻ ആണ് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തതെന്നുള്ള സത്യം മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ അനുവദിച്ചാട്ട്. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ഞങ്ങളിൽ കാണിക്കുന്ന ഈ മാറ്റങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവമേ, സത്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് മറ്റുള്ളവർക്കും ഞങ്ങൾക്കും ദൈവനാമത്തിൽ പ്രയോജനമുള്ളതാക്കി തീർത്തതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.